ഏതായാലും നാടകീയമായ നീക്കങ്ങളായിരുന്നു ഇന്നലെ വൈകുന്നേരം ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. ജാമ്യം ലഭിച്ചാൽ ആരായാലും ഒരു സെക്കൻഡ് നേരത്തെ ജയിലിൽ നിന്ന് ഇറങ്ങാനാണ് ശ്രമിക്കുക. പക്ഷേ ബോബി ചെമ്മണ്ണൂർ അവിടെ ഹീറോ ആയി. പക്ഷേ കോടതി ഇന്ന് ചെവിക്ക് പിടിച്ചു. അവസാനം മാപ്പ് പറഞ്ഞ് നിരുപാധികം മാപ്പ് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഊരുകയാണ്. ഏതായാലും തുടർ നടപടികളിലേക്ക് ഏതായാലും കോടതി പോകുന്നില്ല എന്ന് പറയുന്നു. ശ്യാം, ഇനി അറിയേണ്ടത് ഇന്ന് ഈ പടക്കം പൊട്ടിക്കാനൊക്കെ എത്തിയവർക്കെതിരെ ഇന്നലെ മജിസ്ട്രേറ്റിനെതിരെ വരെ വലിയ വികാര വിക്ഷോഭം നടത്തിയ ആരാധക കൂട്ടമുണ്ടല്ലോ, ഈ ബോബിക്ക് ആപ്പ് വെച്ച ആരാധക കൂട്ടം, അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. കാരണം ആദ്യ ദിവസം തന്നെ ഈ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുമ്പോൾ ജീപ്പിൻ്റെ ബോണറ്റിലടിച്ച് വലിയ പ്രതിഷേധിച്ച ആളുകളുടെ അടുത്ത് നിന്ന് അത് തനിക്ക് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ബോബി ചെമ്മണ്ണൂരിന് ഇടപെട്ടാണ് അതിൽ നിയമ നടപടികൾ ഉണ്ടാവാതെ അവിടെയും ഒരു കഴിച്ചിലാകൽ ഉണ്ടായതെന്നാണ് കേട്ടത്. അപ്പോൾ ഈ കോടതിയെ ലക്ഷ്യം പോലെയുള്ള പരാമർശങ്ങൾ നടത്തിയ, കോടതിക്ക് മുന്നിൽ ഷോ കാണിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ ഘട്ടത്തിൽ പോയിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഗോകുൽ, ഇതിൽ ഒരുപക്ഷെ ഒരു പുതിയ കേസ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതിൽ പക്ഷേ ബോബി ചെമ്മണ്ണൂർ പ്രതിയാകില്ല. മറിച്ച് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്ന മെൻസ് അസോസിയേഷൻ്റെ, അദ്ദേഹം തന്നെ അവകാശപ്പെട്ടത് മെൻസ് അസോസിയേഷൻ്റെ അഖില ലോക പ്രസിഡന്റ് എന്നുള്ളതാണ്. അതായത് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ എത്തിയിരുന്നത്. അയാളുടെ പേരിൽ ഉൾപ്പെടെ ഒരു കേസ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ജയിൽ അതീവ സുരക്ഷാ മേഖലയാണ്. ആ സുരക്ഷാ മേഖലയിൽ പടക്കം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുമായി എത്തിച്ച് അവിടെ കൂടിയതിനായിരിക്കാം ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ, ഈ മെൻസ് അസോസിയേഷൻകാരൻ കേസിൽപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലാ ജയിലിൽ ആണുങ്ങളെ മാത്രം പാർപ്പിക്കുന്ന ആ ജയിലിലേക്ക് തന്നെ മെൻസ് അസോസിയേഷൻ്റെ നേതാവും വളരെ വൈകാതെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പോലീസ് അതിന് നിയമോപദേശം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ അവിടെ വന്നവരിൽ ഭൂരിഭാഗവും ബോബി ചെമ്മണ്ണൂരിനെ ഒരു സമയത്ത് ഉപമിച്ചത് സാക്ഷാൽ യേശു ക്രിസ്തുവുമൊക്കെ ആയിട്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ കുരിശിൽ കൊണ്ടുപോയ പോലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കൊണ്ടുപോയതെന്ന് പോലും അവിടെ നിന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. കോടതിക്ക് എന്ത് കാര്യം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലിടാനെന്ന് ചോദിച്ച ആരാധകരെന്ന് അവകാശപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിന് പുറത്തും അകത്തുമൊക്കെ സമാധാനം കൊടുക്കാതെ ഈ രീതിയിൽ എത്തിച്ചതിൻ്റെ പ്രധാന ആളുകൾ. ഇന്ന് അവിടെ നിന്ന് കരഞ്ഞവരെ അവസാനം പോലീസ് പറഞ്ഞത് ഇനി ഇവിടെ നിന്നാൽ ലാത്തിച്ചാർജ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ആരാധകർ ആരാധനയൊക്കെ മാറ്റിവെച്ച് യാഥാർത്ഥ്യബോധത്തിലേക്ക് വരികയും പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തത്. പടക്കവുമായി വന്നവരൊക്കെ പോയിരുന്നു. ഇനി തൃശ്ശൂരിൽ ചെന്ന് പടക്കം പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടായാൽ അത് വീണ്ടും ബോബി ചെമ്മണ്ണൂരിൻ്റെ നേരെയുള്ള ഒരു വലിയ ആണി കൂടിയായിരിക്കും അങ്ങനെ മാറുക. ഏതായാലും ആരാധകരിൽ നിന്നും രക്ഷപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ഏതായാലും കുറച്ച് ദിവസമെങ്കിലും പുറത്തു വരില്ല എന്ന് ഉറപ്പാണ്. ആരാധകർ ഇനി എന്തു പറഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ബോബി ചെമ്മണ്ണൂരിന് വരുമെന്നുള്ളത് ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങളുടെ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ സാക്ഷാൽ ബോബി ചെമ്മണ്ണൂർ തന്നെ പറഞ്ഞു 14 ജില്ലയിലെ ആരാധകരോടും അഭ്യർത്ഥിക്കും കൂടുതലൊന്നും പറയരുതെന്ന്. അത് ബോബി ചെമ്മണ്ണൂരിന് കോടതിയുടെ മൂർച്ച എന്താണ്, നിയമങ്ങളുടെ ശക്തി എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ആരാധകരെന്ന് അവകാശപ്പെട്ടവർ ഇനി കുറച്ച് ദിവസമെങ്കിലും അടങ്ങിയിരിക്കുമെന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത്. ഈ പുറത്തിറങ്ങിയ ശേഷം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കാണ് ബോബി ചെമ്മണ്ണൂർ പോയതെന്നാണ് മനസ്സിലാകുന്നത്. തൃശ്ശൂർ പ്രസ് ക്ലബിൽ ഒരു 12:30 ഒരു മാധ്യമങ്ങളെ കാണും എന്ന ഒരു പ്രസ് മീറ്റ് വിളിച്ചിരുന്നു. പിന്നീട് കോടതി കടുപ്പിച്ചതോടെ ആ പ്രസ് മീറ്റ് വൈകുന്നേരം 4 മണിക്ക് ശേഷം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാൽ പോലും, ഇപ്പോൾ പറഞ്ഞത് വളഞ്ഞിട്ട് മാധ്യമങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, മാധ്യമപ്പടയ്ക്ക് മുന്നിൽ പറഞ്ഞു പോയതാണ്. ഇനി ബോബി തന്നെ വിളിച്ചു വരുത്തുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും വാക്കുകളിൽ ഒരു സൂക്ഷ്മത ഉണ്ടാകും എന്നുറപ്പല്ലേ? ഉറപ്പായും. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ ചിലപ്പോൾ എഴുതി തയ്യാറാക്കിയ പ്രസ്താവന പോലും വായിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇനി പറയുന്ന ഓരോ വാക്കും ബോബി ചെമ്മണ്ണൂർ സ്വയം വരുത്തി വെക്കുന്ന വിനയായി മാറുമെന്നുള്ളത് മറ്റാരേക്കാളും അറിയാവുന്ന ബോബി ചെമ്മണ്ണൂരിന് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി അഭിഭാഷകർ ഉൾപ്പെടെ ബോബി ചെമ്മണ്ണൂരിനെ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതി പോലും ഉണ്ടാകും. കാരണം അത്രയും സീനിയറും ബഹുമാന്യനുമായ ഒരു അഭിഭാഷകനെയാണ് ഇന്ന് കോടതിയിൽ നിന്ന് പോലും ഒരു പരാമർശം കേൾപ്പിക്കേണ്ടി വന്നത്. അദ്ദേഹം പോലും ഇന്നലെ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്നപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചിലരോട് പറഞ്ഞതായി പറയുന്നത്, ജയിലിൽ നിന്ന് തന്നെ പറയുന്നത്, ഇന്നലെ മകരവിളക്കായതിനാൽ പുറത്തിറങ്ങിയാൽ അധികം തനിക്ക് വലിയ അറ്റൻഷൻ കിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇന്ന് ഇതൊക്കെ കഴിഞ്ഞ് കോടതി ശരിക്കും ബോബി ചെമ്മണ്ണൂരിന് നല്ല അറ്റൻഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് മാധ്യമങ്ങളെ കാണുമോ എന്ന് പോലും സംശയമാണ്. കണ്ടാൽ തന്നെ വളരെ ഡിക്ഷണറിയിലുള്ള വാക്കുകളൊക്കെ നിരത്തി വെച്ച് വളരെ കൃത്യമായ ഒരു വാർത്താ സമ്മേളനം നടത്തി പിരിയുക മാത്രമാകും ചെയ്യുക. അതിനുള്ള സാധ്യത പോലും വളരെ
കുറവാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ബോബി ചെമ്മണ്ണൂർ വരുത്തിവെച്ച വിനയും ആരാധകർ ബോബി ചെമ്മണ്ണൂരിന് സമ്മാനിച്ചതും അത്രയ്ക്ക് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു അപരൻ രാവിലെ മുതൽ മറ്റൊരു പേരിൽ ബോച്ചെ എന്ന് പറയുന്ന സ്വന്തം പേരിനെ ചുരുക്കി ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കുമ്പോൾ മോച്ചെ എന്ന് പേരിട്ട ഒരാളായിരുന്നു പുറത്തു വന്ന് നിന്നത്. അവസാനം ആ ആളെയൊക്കെ പോലീസ് അവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി അത്തരക്കാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുമെന്നുള്ളത് എന്തായാലും ഇന്നത്തെ ഒരു കോടതി നടപടിയുടെ ഉറപ്പായിട്ടുണ്ട്. ഇനി മാധ്യമങ്ങളെ കണ്ടാൽ പോലും ബോബി ചെമ്മണ്ണൂർ പറയുന്ന വാക്കുകളും മറ്റുമൊക്കെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ആരാധകർ കൂടിയാലും ആരാധന കൂടിയാലും ബോബി ചെമ്മണ്ണൂരിന് തന്നെ ശല്യം എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങളൊക്കെ എത്തിയത്. ശ്യാം, ഒരു കാര്യം കൂടി, ഇന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായ 200 രൂപയുടെയൊക്കെ പേരിൽ അറസ്റ്റിലായ 200 രൂപ കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അറസ്റ്റിലായി ഇവിടെ ജാമ്യം പൈസ കെട്ടിവെക്കാനില്ലാതെ കിടക്കുന്ന അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി നമുക്കറിവില്ല. അങ്ങനെ ഈ എത്ര പേരെയാണ് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുത്ത് പുറത്തെത്തിക്കാനായി ശ്രമിച്ചത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുണ്ടോ? നേരത്തെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് 26-ലധികം ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമായിരുന്നു ജയിലിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പൈസ കൊടുക്കാൻ സാധിക്കാതെ ജയിലിൽ കിടക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു കേസ് കേരളത്തിൽ ഉണ്ടായോ എന്നുള്ളത് പോലും സംശയമാണ്. കാരണം ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ഇല്ല എങ്കിൽ അയാളെ ഇറങ്ങി ഓടുക വല്ലതും ചെയ്താൽ പോലീസ് പിടിച്ചാൽ പോലും അത് ഒരു പെറ്റി കേസിനപ്പുറത്തേക്ക് ജയിലിലേക്ക് വരേണ്ട ഒരു സാഹചര്യമില്ല. അങ്ങനെയുള്ളവരെ ജയിലിൽ അടയ്ക്കുകയൊന്നും സാധാരണ രീതിയിലില്ല. പ്രത്യേകിച്ച് 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ കിട്ടുന്ന ഏത് കുറ്റവും ജാമ്യം ലഭിച്ചു പോകുന്ന കുറ്റമാണ്. അങ്ങനെയുള്ള നിയമത്തെയാണ് ബോബി ചെമ്മണ്ണൂർ വളരെ നിസ്സാരമായി അങ്ങനെയുള്ളവർ ജയിലിൽ ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചത്. ഏതായാലും അവർക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ നേരത്തെ പറഞ്ഞത് 1 കോടി രൂപ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട് അത്തരക്കാരെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ളതാണ്. സ്വാഭാവികമായും ഏതായാലും അത് ബോബി ചെമ്മണ്ണൂരിന് നേരിട്ട് സാധിക്കുമോ എന്നുള്ളതിൽ നിയമപരമായിട്ടുള്ള ഒരു വിശദീകരണം ആവശ്യമാണ്. അത് കെൽസ വഴിയൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ 26 പേരെയും പുറത്തിറക്കുമോ, ഇനി അതിന് മുതിരുമോ എന്നുള്ളതും മറ്റൊരു സംശയമാണ്. ഏതായാലും ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയ ആളെ പിടിച്ച് ജില്ലാ ജയിലിൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ജയിൽ അധികൃതരോട് തിരക്കിയപ്പോൾ തന്നെ അങ്ങനെ ഒരു കേസില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇനി ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇത് കേവലം ഒരു ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയമായിട്ടല്ലല്ലോ കോടതി പരിഗണിക്കുന്നത്. കാരണം ഇനിയും ഇത് ആവർത്തിക്കും. ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ കാട്ടിക്കൂട്ടിയാൽ അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച ശേഷം പുറത്തിറങ്ങാതെ കോടതിയെ വെല്ലുവിളിച്ചാൽ അത് ഇനിയും ആരെങ്കിലുമൊക്കെ പകർത്തിയേക്കാം അല്ലെങ്കിൽ പിന്തുടർന്നേക്കാം ബോബി ചെമ്മണ്ണൂരിന്റെ വഴി എന്നത് മുന്നിൽ കണ്ടു തന്നെയല്ലേ ഹൈക്കോടതി ഇങ്ങനെ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തത്? ഉറപ്പായിട്ടും. കാരണം ഒരു കൊലപാതക കേസിലോ ഒരു സ്ത്രീപീഡന കേസിലോ ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങുന്ന ഒരാളെ ഇതുപോലെ ആളുകൾ കൂട്ടമായി വരികയും പടക്കം പൊട്ടിച്ച് സ്വീകരിക്കുകയും ഒക്കെ ചെയ്താൽ അത് പിന്നീട് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയായി മാറും. അത് പലർക്കുമുള്ള ഒരു പ്രചോദനമായി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള പ്രചോദനങ്ങൾ ഒരിക്കലും നിലവിലുള്ള നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കോ നിയമപാലനത്തിനോ ഒട്ടും ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയെ അപമാനിക്കുകയും അവരെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തുവെന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ കോടതി എന്തൊക്കെ കണ്ടീഷനാണോ പറഞ്ഞത് അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരാൾക്കെതിരെ കോടതിക്ക് കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിക്കേണ്ടി വന്നത്. ഭാഗ്യമാണ് കോടതി ആ മാപ്പപേക്ഷയിൽ ഒതുക്കിയത്. അത് ബോബി ചെമ്മണ്ണൂരിനും അറിയാം. അതിനപ്പുറത്തേക്ക് പോയിരുന്നുവെങ്കിൽ ബോബി ചെമ്മണ്ണൂർ വീണ്ടും കാക്കനാട് ജയിലിനകം കാണേണ്ടി വരുമായിരുന്നു. ഏതായാലും അതില്ലാതെ രക്ഷപ്പെട്ടത് കോടതിയുടെ അനുകമ്പ, കോടതിയുടെ ദയ എന്ന് കരുതി ആശ്വസിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കൂ.